നസ്രിയ നസീം ഏറ്റവും ഒടുവിലായി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച സ്റ്റോറി ശ്രദ്ധ നേടുന്നു. നല്ല ജോലി, കുടുംബം, കരിയർ എന്നിവ തിരഞ്ഞെടുത്ത് ഭാവി ഭദ്രമാക്കൂ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാചകമാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രചോദനകരമായി ഈ പോസ്റ്റ് നസ്രിയ പങ്കുവച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നെന്നും സിനിമാ പ്രേമികളുടെ ക്യൂട്ട് നായികയാണ് നസ്രിയ നസീം. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും തമിഴിലും തെലുങ്കിലുമെല്ലാം ആരാധകർ ഏറെയുണ്ട് നസ്രിയയ്ക്ക്. നസ്രിയ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലേറെ ആക്റ്റീവായിരുന്ന ആളുകൂടിയാണ്. എന്നാൽ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് നസ്രിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കിടുന്നത്. താൻ ഡൗൺ ആണെന്ന് താരം ഒരു പോസ്റ്റിലൂടെ കുറച്ചു നാൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി കമന്റുകളും സോഷ്യൽ മീഡിയയിലൂടെ വന്നു. 2014 ഫഹദ് ഫാസിലുമായുള്ള നസ്രിയയുടെ വിവാഹം. അതിനുശേഷം സിനിമകൾ ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് താരം. പിന്നീട് നിർമ്മാണ രംഗത്തേക്കും ചുവടുവെച്ചു. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ താരം അഭിനയിച്ചത്. വിവാഹശേഷം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. വിവാഹത്തിനു മുമ്പ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തന്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ആളാണ് നസ്രിയ. എന്നാൽ ഇപ്പോൾ നസ്രിയ തമിഴിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തുകയാണ്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ചുകാലമായി വിട്ടുനിൽക്കുന്ന താരം ഏറ്റവും ഒടുവിലായി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു ജോലി തിരഞ്ഞെടുക്കുക, ഒരു കരിയർ, ഒരു കുടുംബം തിരഞ്ഞെടുക്കുക, വലിയ ടെലിവിഷൻ വാങ്ങുക, വാഷിംഗ് മെഷീൻ, കാറുകൾ, കോമ്പാക്ട് ഡിസ്ക് പ്ലെയർ, ഇലക്ട്രിക്കൽ ടിൻ ഓപ്പനേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക, നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക, ലോ കൊളസ്ട്രോളും ഡെന്റൽ ഇൻഷുറൻസും, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉള്ള മോർട്ടേജ് റീപേയ്മെന്റ്, സ്റ്റാർട്ടർ ഹോം, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുക, മുടി കറുപ്പിക്കുക, ഞായറാഴ്ച രാവിലെ ഇതാരാണെന്ന് സ്വയം അത്ഭുതപ്പെടുക, മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോകൾ കാണുക, ജങ്ക് ഫുഡ് രാവിലെ വായിൽ തിരികെ കയറ്റുക എന്നിങ്ങനെ നസ്രിയ പങ്കുവച്ച പാരഗ്രാഫ് നീളുകയാണ്. നിങ്ങളുടെ ഭാവി തെരഞ്ഞെടുക്കുക എന്നാണ് ഏറ്റവും അവസാനമായി നസ്രിയ എഴുതിയിരിക്കുന്നത്. നസ്രിയ പങ്കുവച്ചിരിക്കുന്നത് മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന പ്രചോദനകരമായ ഈ പോസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് മാനസികമായി പൂർണ്ണമായും ഷട്ട് ഡൗൺ ആയ അവസ്ഥയിലായിരുന്നു താനെന്ന് നസ്രിയ അന്ന് പറഞ്ഞിരുന്നു. മാനസികമായി താൻ തളർന്നിരിക്കുകയാണെന്നും തനിക്ക് കുറച്ച് സമയം ആവശ്യമാണെന്നും നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനകളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ എന്താണ് താൻ നേരിടുന്ന സാഹചര്യമെന്ന് നസ്രിയ കൂടുതൽ വ്യക്തമാക്കിയിട്ടുമില്ല. താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. എപ്പോഴും നസ്രിയെ സന്തോഷത്തോടെ മാത്രമാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. അതിനാൽ നടി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കിട്ടപ്പോൾ പല ചോദ്യങ്ങളും ഉയർന്നു. എന്നാൽ നസ്രിയോ ഫഹദ് ഫാസിലോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.